ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പൊ നമുക്കറിയാം, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളിങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഇന്ത്യയിലത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കറങ്ങി ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് ഒന്നും പറയാൻ പറ്റില്ല. എന്നാലും മെയിൻ ആയിട്ട് കാശ്മീരൊക്കെ കാണണം. അപ്പൊ നമ്മുടെ കാശ്മീരിലത്തെ ഒരു ദിവസമായിട്ടോ നമ്മളിന്ന് കാണുന്നത്. നമ്മുടെ വീഡിയോസും വ്ളോഗുകളൊക്കെ ആയിട്ടും ഷോർട്സ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ഞങ്ങൾ ഇപ്പോഴും തിരിച്ചെത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അതിന് ഞങ്ങൾ റൂമിലൊക്കെ ഇങ്ങനെ സമയം കിട്ടുമ്പോൾ എഡിറ്റ് കേട്ടോ. അപ്പൊ ഞാൻ രാവിലെ എണീറ്റ്. അപ്പൊ ഇന്ന് ഞാനൊരു കാശ്മീരിൽ വന്നിട്ട് ആദ്യത്തെ ദിവസമാണ്, അതായത് ഞങ്ങൾ തലേദിവസം ഞങ്ങൾ വന്ന് റൂം എടുത്ത് അങ്ങനെ ഉറങ്ങി. എല്ലാരും ഉറങ്ങാം. ഇപ്പൊ ഉറങ്ങി എണീറ്റ് പാർക്കുട്ടി എണീറ്റുകൊണ്ട് ഞാനും എണീറ്റു. പിന്നെ ഫ്രഷ് ആയിട്ട് നമ്മൾ ഇന്ന് കാശ്മീർ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അപ്പൊ ഡേ 1 ആട്ടോ ഇന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ കൂടുതലും ഉണ്ണിയുള്ള കാരണം എനിക്ക് എല്ലാം വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, എന്നാലും പറ്റുന്ന പോലെയൊക്കെ എടുക്കാം. അപ്പൊ ഞാൻ എണീറ്റ് നമ്മുടെ റൂമാണ്. അപ്പൊ നമ്മുടെ ഫാമിലിയും ഉണ്ട്, അതായത് ചേട്ടൻ്റെ അനിയനടക്കം ഫാമിലി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടും വൈഫും ഉണ്ട് കേട്ടോ. നമ്മളെല്ലാവരും ഒരു ഫാമിലി മാതിരി തന്നെയാണ്. അപ്പൊ നമ്മുടെ പുറത്തേക്ക് എണീറ്റ് നോക്കുമ്പോൾ നമ്മളിങ്ങനെ നല്ല മഞ്ഞ് ഇങ്ങനെയൊക്കെ വന്ന് ചെടിയുമൊക്കെ ഇങ്ങനെ മഞ്ഞ് കട്ടയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പൊ നമ്മൾ താമസിച്ചത് ഒരു കോട്ടേജ് മാതിരി, നമുക്ക് മാത്രമായിട്ട് അങ്ങനെ ഒരു വുഡൻ ഹൗസ് മാതിരിയായിട്ട് നല്ല രസം. അപ്പൊ അവിടെ നമുക്ക് കോഫി കിട്ടി. പിന്നെ ഫുഡൊക്കെ നമുക്ക് പോണ വഴിക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അപ്പൊ ഞാൻ കാപ്പിയൊക്കെ കുടിച്ച് ഫ്രഷ് ആയിട്ട് നമുക്കിനി കാണാം. പിന്നെ എനിക്ക് വീഡിയോ എല്ലാം എടുക്കാൻ പറ്റുന്നില്ല, ഞാൻ ഫ്രഷ് ആണൊക്കെ എടുക്കാം, അതായത് മേക്കപ്പ് ഒക്കെ ചെയ്യണത്. പ്രത്യേകിച്ച് അങ്ങനെ മേക്കപ്പ് ഒന്നും ഇല്ല, കാരണം എന്താ വെച്ചാൽ നല്ല മഞ്ഞുണ്ട്, മഞ്ഞ് അത്യാവശ്യം ഉണ്ട് കേട്ടോ. പിന്നെ മഞ്ഞ് ഇങ്ങനെ പൊഴിഞ്ഞു വരുന്നില്ല. അപ്പൊ ഞങ്ങൾ എല്ലാവരും സെറ്റായി. ഞാൻ ഫുള്ള് വീഡിയോ എടുത്തിരിക്കുന്നത്, ഇപ്പൊ എടുത്തിരിക്കുന്നതൊക്കെ റീൽസ് മാതിരി. അപ്പൊ അതാണ് ഇങ്ങനെ ഒരു ഇതിൽ കാണുന്നത് കേട്ടോ. ഞങ്ങൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. നമുക്കൊരു ഗൈഡിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അവര് എന്താ പറയുക, നമ്മുടെ മലയാളം അറിയുന്ന ആളാണ്, പക്ഷെ കാശ്മീരിയാണ്. നമുക്ക് അങ്ങനെ ഒരു ഫ്രണ്ട് വഴി കിട്ടിയതാ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഭയങ്കര എളുപ്പമായിരുന്നു കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മളിത് നമ്മുടെ വണ്ടിയിൽ നമ്മുടെ കാർ എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് എല്ലാവിടേക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു വാഹനത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മളിത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ മഞ്ഞ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകും. കാരണം എന്താ വെച്ചാല് ഞങ്ങൾ ഇങ്ങനെ കുറെ കൊല്ലങ്ങൾ കൊണ്ട് വിചാരിച്ചിരുന്നത്, അതിന്റെ ഇടയിൽ ഉണ്ണി ഉണ്ടായതുകൂടി പിന്നെ അത് കുറച്ചൊന്ന് ഫ്ലോപ്പായി. പിന്നെ നമുക്ക് വെറുതെ പോകാൻ പറ്റില്ലല്ലോ, നമുക്ക് അതിന്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വേണ്ട. അപ്പൊ അങ്ങനെയൊക്കെ ചെറുതായിട്ടൊക്കെ പറ്റുന്ന രീതിയിൽ, പിന്നെ നമുക്ക് അറിയുന്ന ആൾക്കാരുകൾ അവിടെ ഉള്ളത് കൊണ്ട് നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ എന്തായാലും പോകാൻ പറ്റി. നമ്മള് കേരളത്തിൽ നിന്ന് നേരിട്ട് നമ്മുടെ വണ്ടിയിൽ കാശ്മീരാണ് പോയത്. അതിനിടയിൽ കുറെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തു, പഞ്ചാബ്, ഗുജറാത്ത് അങ്ങനെയൊക്കെ. അപ്പൊ അതൊക്കെ ഞാൻ പതിയെ വരുന്നുണ്ട്. അപ്പൊ ഇന്ന് എനിക്ക് തോന്നി കാശ്മീരത്തെ ഒരു ദിവസം നിങ്ങളായിട്ട് ഷെയർ ചെയ്യും. കുറെ പേര് പറയുന്നുണ്ട് കാശ്മീരത്തെ വ്ളോഗ് ചെയ്യുന്നു. അപ്പൊ അതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മളിത് ഈ മഞ്ഞൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിട്ട് അപ്പൊ നമ്മൾ നേരെ പോയത് പാറുട്ടിക്ക്. ഞാൻ ഒരു 2 ടെർമൽ വേറെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഒരെണ്ണം കൂടെ എക്സ്ട്രാ നമ്മുടെ ഇവിടുത്തെ ഗൈഡ് നമുക്കറിയാം, അവര് പറഞ്ഞു ഒരു കുറച്ചും കൂടി ഉണ്ടെങ്കിൽ നല്ലതാ. പിന്നെ കോട്ട് അവിടെ ഭയങ്കര വലുതായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയ നമ്മുടെ സ്കിന്നിനോട് ചേർന്നിട്ടുള്ള, അതായത് നമുക്ക് കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള കോട്ടൊക്കെ നോക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ പോയി. അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ അവിടെ നിന്നൊക്കെ മേടിക്കുമ്പോൾ. അതാണ് ഞങ്ങൾ മേടിച്ചൊക്കെ കൂടി 10,000-3000 രൂപയായി. അത് ഭയങ്കര, നമുക്ക് നാട്ടിൽ നിന്ന് മേടിക്കാൻ നല്ലതെന്ന് തോന്നി. എന്ന് വെച്ചാൽ ഭയങ്കര റേറ്റ് ആണ്. ഇപ്പൊ നാട്ടിൽ നിന്ന് മേടിച്ചാൽ എത്രയാണെന്ന് അറിയില്ല. അപ്പൊ ഇവിടെ നമുക്ക് 2-3 തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഇതുപോലത്തെ വണ്ടികളുണ്ട് നമുക്ക് ഈ കുന്നിന്റെ മുകളിൽ. അപ്പൊ ഗുൽമാർഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ പോകാൻ പോണത്. അപ്പൊ താഴ്വാരത്ത് നമുക്ക് ഇതുപോലെ വണ്ടികളിൽ പോകണമെങ്കിൽ ഭയങ്കര റേറ്റാ. ഇല്ലെങ്കിൽ നമുക്ക് കുതിരപ്പുറത്ത് പോവാം. അപ്പൊ അത് കുറച്ച് പൈസ കുറവ്. അപ്പൊ ഞങ്ങൾ കുതിരപ്പുറത്താണ് പോണത്. പിന്നെ ഞങ്ങള് കണ്ണാട മേടിച്ചു, കാരണം അതിന് മുകളിലത്തെ ആ മഞ്ഞിന്റെ ലൈറ്റ് നമ്മുടെ കണ്ണിന് ഭയങ്കര പ്രശ്നം. അപ്പൊ നമ്മുടെ അവിടെ ഉണ്ടായിരുന്നു 2 കണ്ണാട, പക്ഷെ അത് അമ്മൂട്ടിയും ചേട്ടനും ഉപയോഗിച്ചപ്പോ ഞാനും ഉണ്ണിയാവും പുതിയ കണ്ണാടകൾ അവിടുന്ന് മേടിച്ചു. അങ്ങനെ നമ്മള് കുതിരപ്പുറത്താണ് പോണത്. നമ്മള് വണ്ടിയിലൊക്കെ പോകുമ്പോ അവരാണ് ഡ്രൈവ് ചെയ്യുക. പിന്നെ ഒരു വണ്ടിയിൽ ഒരാൾക്ക് ഇരിക്കാൻ പറ്റുള്ളൂ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതാണ്. പിന്നെ ഫ്ലൈറ്റ് തന്നെ മുകളിലേക്കൊക്കെയാണ് വണ്ടിയിൽ പോകുമ്പോൾ. വണ്ടി മീൻസ് ഒരു ബൈക്ക് മാതിരി. ഇതാണ് നമുക്ക് നമ്മുടെ ഇവിടെയുള്ള ഒരു, എന്താ പറയാ, നമുക്ക് ഗൈഡ് എന്ന് പറഞ്ഞില്ലേ, മലയാളക്കാരാണ് ഗൈഡ്. അങ്ങനെ നമ്മളെല്ലാവരും ഓരോരുത്തരായിട്ട് നമ്മളിതേ കുതിരപ്പുറത്ത് കയറിക്കൊണ്ടിരിക്കുക. ഞാൻ എന്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആട്ടോ. നിങ്ങൾ വീട് ഫുള്ളായിട്ട് കാണുന്നത് നല്ല അടിപൊളിയാണ്. അങ്ങനെ നമ്മളിതേ കുതിരപ്പുറത്തൊക്കെ കയറി. അപ്പൊ ഒരു കുതിരേമേ ഒരാള് അങ്ങനെയാട്ടോ. അപ്പൊ എനിക്ക് ഉണ്ണീനെ കൂടെടുത്ത് പറ്റാത്തതുകൊണ്ട് ചേട്ടനാണ് ഉണ്ണീനെ എടുത്തത്. അപ്പൊ അവൾക്ക് നമ്മുടെ അവിടെ ക്യാരി ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ സെറ്റ് ചെയ്തു. ഉണ്ണീനെ അങ്ങനെ അതിൽ ഇട്ടിട്ടാണ് കൊണ്ടുപോയത്. പിന്നെ കുതിരപ്പുറത്ത് കുറച്ചൊരു 6 കിലോമീറ്ററോളം നമുക്ക് ഉണ്ടായിരുന്നു. നോർമൽ വഴിയല്ല, അങ്ങനെ കുന്നും മലയൊക്കെ കയറി ഇറങ്ങിയിട്ട് വേണം പോകാൻ. അപ്പൊ നമുക്ക് നടന്നു പോകാൻ പറ്റില്ല. ഒന്നില്ലെങ്കിൽ അങ്ങനത്തെ വണ്ടിയിൽ മഞ്ഞിലൂടെ പോകണം, ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഈ ഒരു കുതിര യാത്രയായിട്ടേ പറ്റുള്ളൂ. അപ്പൊ നമ്മളൊക്കെ സെറ്റായി. അപ്പൊ നമുക്ക് ഇനി ട്രാവൽ തുടങ്ങാം. അപ്പൊ നമ്മള് കാശ്മീരിലെ ഗുൽമാർഗിലാണ്. ഗുൽമാർഗിൽ നമ്മള് വണ്ടി നമ്മുടെ അവിടെ ഒരു സ്ഥലം വരെ പോവുള്ളൂ. അത് കഴിഞ്ഞ് നമ്മള് ഒന്നില്ലെങ്കിൽ നമ്മള് ഒരു സൈസ് ബൈക്കില് അതിൽ പോകണം. അതിന് ഭയങ്കര 5K ഒക്കെ മുകളിലാണ് നമ്മളെല്ലാവരും കൂടി പോകുമ്പോൾ. പിന്നെ ഓരോരുത്തർ നമുക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഒരു ഡ്രൈവർ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് നമുക്ക് അവരെങ്ങനെ കൂടി ഇരിക്കണ്ടേന്ന് ഓർത്തിട്ട് നമ്മൾ
കുതിരയുടെ പുറത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുകളിൽ മഞ്ഞുള്ള സ്ഥലത്തേക്ക് ഇങ്ങനെയാണ് പോകാൻ പറ്റുള്ളൂ, നമ്മുടെ വണ്ടികളിൽ പോകാൻ പറ്റില്ല. അപ്പോൾ പാവം കുതിര, എനിക്ക് പാവം തോന്നി കുതിരയുടെ പുറത്തിരിക്കുമ്പോൾ. പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഇരിക്കണതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഞങ്ങളുടെ ഒച്ചിട്ടു ഈ കുതിരക്കാണെങ്കിൽ എൻ്റെ കുതിരയ്ക്ക് ഓണറില്ല, കുതിര തോന്നിയോണം. അപ്പൊ ഞാൻ ശരിക്കും മേടിച്ചു. അതെ, പാറക്കുഞ്ഞൻ പിന്നിലുണ്ട് കണ്ണട വെച്ചിട്ട്, കാരണം ഇവിടെ ഭയങ്കര ലൈറ്റ് ആയിരിക്കും മുകളിൽ ചെന്നാൽ. അപ്പൊ നമ്മുടെ കണ്ണിങ്ങനെ ഭയങ്കര ഇതാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് ഗ്ലാസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു 2-3 എണ്ണം, പക്ഷെ എനിക്കുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് എനിക്കും പാറുവിനും ഓരോ ഗ്ലാസ് മേടിച്ചു. നമ്മൾ 100-130 രൂപയ്ക്കാണ്. പിന്നെ ഇത് ഇങ്ങനൊരു സംഭവം. പിന്നെ പാറുട്ടീനെ ഫുള്ള് 4 ഡ്രസ്സ് ഇട്ടുണ്ട് പാറുക്കുട്ടി. പിന്നെ എനിക്ക് ക്യാമറ അധികം പിടിക്കാൻ പറ്റില്ല, കാരണം ഇങ്ങനെ കുലുങ്ങണ തന്നെ. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് മുകളിലത്തെ വിശേഷങ്ങളൊക്കെ പറയാം. നല്ല വെയിലും ഉണ്ട്, കണ്ടില്ലേ, മുഖമൊക്കെ തിളങ്ങണ വെയിലും കൊണ്ടിട്ട്. അപ്പോൾ എന്തായാലും മുകളിൽ ചെന്നിട്ട് കാണിച്ചു തരാം. 6 കിലോമീറ്റർ ഉണ്ട്, നല്ല കുത്തനുള്ള കയറ്റാൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതങ്ങനെയുള്ള കയറ്റാണ്. അമ്മുവാണ് ഇരിക്കണത്. പിന്നെ നമ്മുടെ കൂടെയുള്ള ബാക്കി അനു അവിടെ പോകുന്നുണ്ട്, ബാക്കി 2 പേരും പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ പോവാണ്. ഭയങ്കര കല്ലും കയറ്റൊക്കെയാണ്, പാവം കുതിരകള്. ഇപ്പോ നമ്മുടെ യാത്ര പിന്നെയും തുടർന്നുകൊണ്ട് പോവാണ്. നമ്മള് ഇതേ പാവം കുതിര, ഒരു വിഷമം തോന്നുന്നുണ്ട് സത്യത്തില്. പിന്നെ കുതിരയുടെ പണിയതല്ലേ. നമ്മുടെ പാറക്കുട്ടി എവിടെ ഇരിക്കുന്നത്. അധികം ഞാൻ ഫോണിലെടുക്കണേ. അപ്പൊ അധികം സംഭവം പിടിക്കാൻ പറ്റില്ല, കാരണം കുതിര ഇങ്ങനെ ബ്ലക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഫോൺ പോകും. ചെളിയും നിറയെ ചെളിയാ, നമുക്ക് നടക്കാനൊന്നും പറ്റില്ല. ഇവിടെ ഫുള്ള് ചെളിയാ, ഫുള്ള് താഴും. നമ്മൾ ഏറ്റവും ടോപ്പിലേക്കാണ് പോണത്. എത്താറായി തോന്നുന്നു ചേട്ടാ. അത് അവിടെ കാണ്ട്, ഇത് അവിടെ കാണില്ലേ, ഫേസ് വഴി. അപ്പൊ ഇങ്ങനെയുണ്ട് കണ്ണട വെച്ചിട്ട് ലുക്ക്. അപ്പൊ ഞങ്ങള് ഇതിനൊന്ന് ഒഴിഞ്ഞെടുത്തോട്ടാ. അല്ലേ നമ്മളെ കൊണ്ടുവന്നല്ലോ എത്ര ദൂരം. താങ്ക് യു. നമ്മള് കുറച്ചു നേരം റെസ്റ്റ് എടുക്കാൻ വന്നതാണ്. അപ്പൊ ഇതാണ് നമ്മളിവിടെ റെസ്റ്റ് എടുക്കുന്ന സ്ഥലം. ദേമുട്ടി പിന്നെ വീണാണ്. ഇവിടെ ചവിട്ടി കഴിഞ്ഞ് നമ്മൾ തെന്നി പോവും, അങ്ങനെ കാല് വഴിക്ക് പോവും. അങ്ങനത്തെ സ്പേസാ. ഇവിടെ നിറയെ കുഴിയുണ്ട്. പിന്നെ അപ്പൊ ഇവിടത്തെ കുറച്ചു പേരൊക്കെ നമ്മള് നേരത്തെ വന്നോണ്ടേ ഇതൊക്കെ കണ്ട മലർകളെ ഇത് തന്നെ കനവാ. നമ്മെ സ്വപ്നായിരുന്നു കേട്ടോ അവിടെ വരണത്. അപ്പൊ നമ്മള് കുറച്ചും കൂടെ പോയപ്പോ കുതിരയ്ക്കും നമുക്കൊക്കെ റെസ്റ്റിന് വേണ്ടിട്ട് ഒരു സ്ഥലത്ത് നിർത്തി. അപ്പൊ അവിടെ നമ്മള് നൂഡിൽസോ നമുക്ക് ഇഷ്ടമുള്ള കോഫി അങ്ങനെയൊക്കെ കുടിക്കാം. അപ്പൊ ഞങ്ങൾ അങ്ങനെ പാറുകുട്ടിക്ക് പാല് കൊടുക്കാം. ഞങ്ങള് തെർമൽ വെയർ ഇട്ടുകൊണ്ട് അധികം തണുപ്പില്ല. പിന്നെ എൻ്റെ ഇവിടെ പൊട്ടിയുണ്ട് ചുണ്ടിൻ്റെ ഇവിടെ. അതൊരു സംഭവം. അപ്പൊ ഞാൻ നമ്മുടെ പാറൂട്ടിക്ക് പാല് കൊടുക്കണ കാരണം നമ്മൾ നൂഡിൽസ് കഴിച്ച ചേട്ടന് എനിക്ക് ഈ യാത്രയിൽ ഫുള്ള് ചേട്ടന് എനിക്ക് വായിച്ചിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഒരുമിച്ച് കഴിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കഴിക്കും. അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചു. ഇതേ വീണ്ടും നമ്മള് മുകളിലേക്ക് യാത്രയിലാണ്. കുതിരയൊക്കെ റെസ്റ്റ് എടുത്തു, കേറിണ്ട് കേട്ടാ. ഇതോടെ ഉണ്ണീനെ കയറുന്നു. നമ്മുടെ ടീമാണ്. ഞാൻ ഗ്ലൗസ് ഊരിയുണ്ട്, കാരണം ഫോൺ യൂസ് ചെയ്യണമെങ്കിൽ കൈ വേണ്ടേ. പാറുട്ടിക്ക് ശരിയാവണില്ല, അങ്ങനെയൊക്കെ ശരിയാവണില്ല ചേട്ടാ. ഇനി അതാണ്. Hello sir. Hi. How's the Josh? Okay. Hello pretty girl. നമ്മളുള്ളത് നമ്മുടെ കാശ്മീരിലെ മഞ്ഞും താഴ്വരകളാണ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ കുതിരപ്പുറത്ത് പോണത്. അപ്പോൾ കുതിരപ്പുറത്ത് പോകുമ്പോഴത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് തന്നെ ഓളിട്ട് കരഞ്ഞു, അയ്യോ എന്ന് പറഞ്ഞിട്ട്. കാരണം എൻ്റെ കുതിരയുടെ ഡ്രൈവർ ഉണ്ടായിരുന്നില്ല. കുതിര കണ്ണിനോടത്തേക്കും പോവായിരുന്നു. എല്ലാവരും വൈ പിടിച്ച് പോകുമ്പോൾ എൻ്റെ കുതിര മാത്രം എല്ലായിടത്തേക്കും പോകും. അപ്പോൾ ഞാൻ അയ്യോ വിൻചേട്ടാ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ഓളിട്ട് കരഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഇപ്പം സെറ്റായിട്ടാണ്. പിന്നെ ഈ കുതിരക്കൊരു എൻ്റെ കയ്യിലെ കുതിര എന്നിട്ട് ആളൊരു മുക്കം പോയി. അതായത് ഒരാൾക്ക് 2 കുതിര നോക്കാണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കുതിര അങ്ങോട്ട് വിട്ടു. എനിക്ക് തോന്നുന്നത് ഈ കുതിരയ്ക്ക് ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുതിരയാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളിതേ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മുകളിൽ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള സ്പേസ് ഉണ്ട്.
അപ്പോൾ നമുക്ക് അങ്ങോട്ടാണ് പോണത്. പിന്നെ എന്ന് പറഞ്ഞാൽ കല്ലും മുള്ളും നിറഞ്ഞ വഴികളാണ്. മുള്ളില്ല, കല്ല് നിറഞ്ഞു, ഉരുളം കല്ല്, നമ്മൾ പെട്ടെന്ന് വീഴും. പിന്നെയെന്ന് പറഞ്ഞാൽ കുതിരയ്ക്കൊരു സംഭവമുണ്ട്, ബ്രേക്കൊക്കെ ഉണ്ട്. ആ ബ്രേക്കുമ്പോൾ നമ്മൾ കൈവച്ചിരിക്കണം, അല്ലെങ്കിൽ കുതിര കണ്ണിൻ്റെ അടുത്തേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുതിരകൾ ഇങ്ങനെ ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മുകളിലെതിര് കാണാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയുക, സ്വപ്നം കാണുന്ന മാതിരിയായിരുന്നു കേട്ടോ. കാരണം എനിക്കൊക്കെ എന്ന് പറഞ്ഞാല് ഭയങ്കര ഒരു ആഗ്രഹം കൊണ്ട് പോയതാ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു എന്താ പറയാ, നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു പോയതുകൊണ്ട് എന്ത് രസമാണെന്ന് പറയാ കാണാനായിട്ട്. നമ്മളൊക്കെ പോയി കാണേണ്ട സ്ഥലമാണ്. പക്ഷെ നമുക്ക് സാഹചര്യം ഒന്ന് വരുമ്പോ കേട്ടോ, എല്ലാവർക്കും എപ്പോഴും വരില്ലെന്നറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാണാൻ പറ്റാത്തവർക്കും പോകാൻ പറ്റാത്തവർക്കൊക്കെ നല്ല രസമാട്ടോ, നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ. പിന്നെ ഉണ്ണീനെ കൊണ്ടുപോയതുകൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ട്, അത് രോഗങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ദൈവസഹായിച്ച് എനിക്ക് അതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇവിടെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. നമുക്ക് എന്താ പറയാ, റോപ്പ് വേ ഉണ്ട്. റോപ്പ് വേ നമ്മൾ ഒരാഴ്ചക്ക് മുന്നേ ഓൺലൈൻ ബുക്ക് ചെയ്യണം, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുതിരസവാരി ഒക്കെ ഒഴിവാക്കാം, നേരെ വന്ന് ഇവിടെ ഇറങ്ങുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് എന്താ പറയാ, സ്കേറ്റിംഗ്, അങ്ങനെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചത് അങ്ങനത്തെ ആക്ടിവിറ്റീസ് അധികമല്ല, നമുക്ക് ഏറ്റവും ടോപ്പിൽ പോയിട്ട് അവിടെ നമ്മൾ മറ്റേ എന്താ പറയാ, ക്യാരറ്റ് മൂക്കനില്ലേ, സ്നോമാൻ, അതിനുണ്ടാക്കാന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ കുറച്ചും കൂടി മുകളിലേക്ക് പോകണം. അപ്പൊ ഞങ്ങൾ ആദ്യം ചെയ്തത്, നമുക്ക് ഇവിടെ നടക്കണമെങ്കിൽ ഷൂ വേണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും വഴിക്ക് വീഴും. അപ്പൊ നമ്മുടെ ഷൂ ഇവിടെ സൂക്ഷിക്കാൻ കൊടുത്തിട്ട് ഇവിടുന്ന് ഷൂ നമ്മൾ വാടകയ്ക്ക് മേടിച്ചു. നടക്കാണ്, പുക പോകുമ്പോൾ നടക്കുക, എല്ലാം നടക്കന്നെയാണ്. ഇവിടെ നമ്മുടെ വലിച്ചുകൊണ്ട് വണ്ടി ഉണ്ട്, ഇതേ കണ്ടില്ലേ, കണ്ടാവോ? പക്ഷേ ഇതിൽ വലിച്ചുകൊണ്ട് ഒരു പ്രശ്നം എന്താണെന്നറിയോ, 2500 ഒരാൾക്ക്. അത് നമുക്ക് അത് മുതലാവില്ല. നടക്കാണ്, പക്ഷെ പുക പോവും നടക്ക് വരുമ്പോൾ. കാരണം മഞ്ഞും നടക്കുമല്ലേ, അപ്പോൾ നമുക്ക് നോക്കി മഞ്ഞ് വലിച്ചേർന്നു. അതാ പോണു, വണ്ടി വലിച്ചു പോണു. പാർക്കുട്ടിയോ പറഞ്ഞേ, അയ്യോ അപ്പോൾ നമ്മള് വലിക്കണ വണ്ടി ഇട്ടു. അപ്പോൾ ഉണ്ണീനെ കൊണ്ട് നടക്കാൻ പറ്റാത്ത കാരണം നമ്മളിതേ അമ്മൂൻ്റെ ഉണ്ണീനെ കൊടുത്തിട്ട് അമ്മു ഉണ്ണിയും കൂടി നടക്കാട്ടോ, അല്ല വലിച്ചുകൊണ്ട് പോവാണ്. നമുക്ക് ബ്രീത്തിങ് പ്രോബ്ലം വരും. പക്ഷെ എനിക്ക് നടക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാൻ കയറുന്നില്ലാന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് പോകുമ്പോൾ അവിടുത്തെ കയറ്റം കുറച്ച് പാടായതുകൊണ്ട് നമ്മളൊരു വണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാവർക്കും നടക്കാൻ ഇഷ്ടം, പക്ഷെ എനിക്ക് നടക്കാൻ ഇഷ്ടം. അപ്പൊ നല്ല ഉണ്ണിനെ നമ്മൾ ഇതിലിട്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു കുറച്ചു നേരം. പിന്നെ നമുക്ക് അധികം ഒന്നും അവർക്ക് വലിക്കാൻ പറ്റില്ല, കാരണം നല്ല ഉയരത്തില്ല. അപ്പൊ കുറച്ചു നേരം ഉണ്ണീനെ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞതിന് ശേഷം ചേട്ടൻ പിന്നെ ഉണ്ണീനെ എടുത്ത് മുകളിലേക്ക് നടന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ മാറി മാറി എടുത്ത് മുകളിലേക്ക് അങ്ങനെ എത്താൻ വേണ്ടി നടന്നു. ഈ ഒരു മഞ്ഞിലേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്തെന്തൊക്കെയാന്ന് വെച്ചാല്, ആദ്യം ഒരു തെർമൽ വെയർ ഇട്ടു. ആദ്യം അടിയിലത്തെ സാധനങ്ങളൊക്കെ, പാൻറ്റീസും ഡയപ്പറൊക്കെ, പിന്നെ തെർമൽ വെയർ. അതിനുശേഷം നമ്മളൊരു ഹുഡി തെർമൽ വെയർ ഇട്ടു. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു കോട്ട് ഇട്ടു. പിന്നെ കൈൻ്റെ ഉള്ളിൽ ഗ്ലൗസ് ഇട്ടു. നമ്മൾ ഒരു 5 ഡ്രസ്സ് ഉണ്ട്. അതിനിടയിൽ നമ്മളൊരു ഫുള്ളായിട്ട് കാലടക്കം കവർ ചെയ്യുന്ന ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഡ്രസ്സ് ഇവിടെ. അതിനുശേഷം നമ്മളിതാ ഇതുപോലൊരു ഫുള്ളായിട്ട് കവർ ചെയ്യണൊരു വെള്ളം പിടിക്കാത്ത പോലത്തെ ഒരു സോക്സ് പ്ലസ് ഉള്ളിൽ സോക്സ് ഉള്ളിലും പുറത്ത് ഷൂ ആയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ അത് പിന്നെ കണ്ണട വയ്ക്കണം നിർബന്ധം. കാരണം വെച്ചാൽ ഇവിടുത്തെ ലൈറ്റ് അടിക്കുമ്പോൾ നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കര പ്രശ്നമാകും കണ്ണിന്. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. പിന്നെ തലയിൽ 2 ക്യാപ്പ് ഉണ്ട്. ഇതൊക്കെ പിന്നെ ഗ്ലൗസ് ഉണ്ട്. ഇതൊക്കെ അവൾ ഇടുന്നുണ്ട് കേട്ടോ, ഊരിനില്ല. അതിന് സമാധാനം. മഞ്ഞ് വേലിടല്ലേ, പൊട്ടാപ്പിക്ക് ഇങ്ങനെ ആക്കും. ഇങ്ങനെ കൈ കാണിച്ചു കൊടുക്കും, മഞ്ഞ് കാണിച്ചു കൊടുക്കും. എവിടെ മഞ്ഞ്? തുറക്കൂ, കൈ തുറന്നു നോക്കൂ. കയ്യിൽ കണ്ട മഞ്ഞുണ്ട് കയ്യില്. അപ്പൊ ഇങ്ങനെയാണ് പാർക്കുട്ടിയുടെ ഡ്രസ്സൊക്കെ. അടിപൊളിയാണ്, അവൾക്കൊരു കുഴപ്പമില്ല, വയൊന്നുമില്ല കേട്ടോ, നല്ല രസമാണ്, നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഏറ്റവും ഇവിടുത്തെ ഈ ഒരു സെക്ഷനിലത്തെ ഏറ്റവും ടോപ്പിലേക്ക് പോണത്. മുഖമൊക്കെ ഇങ്ങനെ ചൊക്കൊന്ന് കറുത്തുട്ടാ, കാരണം അത്രയും തണുപ്പ് മുഖത്തേക്ക് അടിക്കുന്നത്. പിന്നെ വയ്യാത്തവരാണെങ്കിൽ നമുക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാവും. പിന്നെ അവർ വലിച്ചിടുന്നതേ അവർക്ക് വയ്യാണ്ടായി, കാരണം നല്ല മഞ്ഞടിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു പതിച്ച് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ പിന്നെ നമ്മൾ നടക്കുന്ന ചേട്ടനും പാറുട്ടിയും നമ്മുടെ ഗൈഡോടെ എത്തി. ഞാൻ നടക്കാണ്, ബാക്കിലുള്ളവർ ഇതാ വരുന്നു. അമ്മും അനുവൊക്കെ നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇനി മുകളിലേക്ക് വലിയ പോലെ അവര് വരുന്നുള്ളൂ. പത വരും. കാശ്മീരത്തെ ഏറ്റവും മഞ്ഞുമലയുടെ മുകളിൽ നിന്നും ചായ കുടിക്കുന്നു ഞാൻ. നടന്ന് പത വന്നു.
അങ്ങനെ ഞങ്ങള് മുകളിലെത്തി. നമ്മുടെ പാറക്കുട്ടി കുറച്ച് മഞ്ഞൊക്കെ എടുത്ത് ആക്കാൻ വേണ്ടിട്ട് എന്തായാലും വന്നല്ലോ, അപ്പോൾ അവൾക്ക് കുറച്ച് മഞ്ഞിലൊക്കെ കളിക്കാൻ വേണ്ടി ഞങ്ങൾ അവസരം കൊടുത്തു. പിന്നെ ഞാനങ്ങനെ മാറ്റി നിർത്തി, അവളെ അവിടെ എത്തി. നമ്മുടെ ചേച്ചി ഉണ്ട് കേട്ടോ, ചേച്ചി മീൻ എടുത്തങ്ങനെ ഇരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും പോയിട്ട് ക്യാരറ്റ് മൂക്കനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് കൗവ എന്ന് അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാല് നമ്മുടെ ചായ അല്ല, കോഫി അല്ല, ഒരു പ്രത്യേക ഒരു ആ ഒരു കളറ്, ചായയുടെ കളറ്, അതില് കുങ്കുമപ്പൂവോ അല്ലെങ്കിൽ പല ടൈപ്പ് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഇടുന്നുണ്ട്. പ്രത്യേക ഒരു ടേസ്റ്റാ. ചിലര് റോസിന്റെ ഒക്കെ പെറ്റൽസ് ഒക്കെ അങ്ങനെ ഡ്രൈ ആയിട്ട് ഇടും. അങ്ങനത്തെ ഒരു ഡ്രിങ്ക് കേട്ടോ. അപ്പൊ അത് ഞങ്ങൾ അവിടെ വന്ന് കുടിച്ചു. പിന്നെ എനിക്ക് എപ്പോഴും ഇഷ്ടം കോഫി ആയതുകൊണ്ട് ഞാൻ കോഫിയും കുടിച്ചു കേട്ടോ. ഒക്കെ കിട്ടും. പിന്നെ മുകളിലേക്ക് നമ്മള് അവരോട് വരാൻ പറഞ്ഞു. ഞങ്ങൾ മുകളിലെത്തുമ്പോൾ വന്നോളൂ അവിടെ ഇരുന്ന് കാപ്പി കുടിക്കാൻ. അപ്പൊ അയാൾ അങ്ങോട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ണി എന്താണോ ഭയങ്കര വാശി പിടിച്ചു. അവൾക്ക് പാൽ കുടിക്കാനൊക്കെ ആയിട്ട്, ഉറങ്ങാനൊക്കെ ആയിട്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അവർ താഴത്തേക്ക് നമുക്ക് ഈ വണ്ടിയിൽ വലിച്ചു പോണ വണ്ടിയിൽ പോകാൻ നല്ല സുഖാട്ടോ. അപ്പൊ ഞാന് നമ്മുടെ ഉണ്ണീനെ മേടിച്ചിട്ട്, നമ്മൾ ഓൾറെഡി ഒരു വണ്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മുകളിലേക്ക് വരാനായിട്ട്. അപ്പൊ വണ്ടി അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് ഞാനും ഉണ്ണിയും കൂടിയിട്ട് അതിന് ഷൂന്ന് ഒഴുകി താഴത്ത് പോകാൻ ഭയങ്കര സുഖമാണ്. നല്ല വഴിക്ക് പോകും, നേരെ താഴത്ത് വന്ന് ലാൻഡ് ചെയ്യും. കയറി വരാൻ അവർക്ക് പാടാ, അവര് വലിച്ചെടുത്ത് കൊണ്ടുവരാനാണ്. അപ്പൊ ഞാനങ്ങനെ പോയി. എന്നിട്ട് പിന്നെ ഇവരെല്ലാരും കൂടിയിട്ട്, അതായത് ചേട്ടനും പിന്നെ ബാക്കിയുള്ളവരും അമ്മും ഒക്കെ കൂടിയിട്ട്, ചേട്ടൻ അനിയനും എല്ലാവരും ഉണ്ട്. അതെല്ലാരും കൂടി ഇങ്ങനെ നമ്മുടെ ക്യാരറ്റ് മൂക്കനെ ഉണ്ടാക്കിട്ടോ. അപ്പൊ ഉണ്ണിക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ വന്ന് അവര് താഴത്തേക്ക് ഇറങ്ങിയപ്പോ ഉണ്ണീന് ഞങ്ങൾ എല്ലാവരും കൂടി പോയിട്ട് കാപ്പി കുടിച്ചു. ഇവരിവിടെ ഉണ്ടാക്കണം നേരം കൊണ്ട്. അപ്പൊ കാപ്പി കുടിച്ചു. പിന്നെ ഉണ്ണിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വാങ്ങി കൊടുത്തു. അപ്പൊ ആള് സെറ്റായി. അപ്പൊ നമ്മുടെ ക്യാരറ്റ് മൂക്കനെ കണ്ട. അങ്ങനെ അതിന് ശേഷം പിന്നെ ചേട്ടനും നമ്മുടെ അമ്മൂട്ടിയും കൂടി സ്കേറ്റിംഗ് ഒന്നും, ചേട്ടനല്ല ചേട്ടൻ അനിയും കൂടി ഒന്ന് സ്കേറ്റിംഗ് ഒക്കെ നോക്കി. അതിനുശേഷം നമ്മൾ വീണ്ടും കുറെ നേരം അവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് ഭക്ഷണമൊക്കെ ചെറുതായിട്ടൊക്കെ കഴിച്ചിട്ട് നമ്മൾ അങ്ങനെ നേരെ നമ്മുടെ കുതിരയിൽ തന്നെ വേണം തിരിച്ച് നമ്മള് അപ്പോ നമ്മളിതേ തിരിച്ച് വീണ്ടും കുതിരപ്പുറത്ത് കയറി. ഇനി തിരിച്ച് വീണ്ടും പോവാ. നമ്മൾ വന്ന വഴി മുഴുവൻ തിരിച്ചു പോകണം. പേടിയാണ് കുതിരപ്പുറത്ത് വരാനായിട്ട്. കാരണം ഉരുളനായിട്ടുള്ള കല്ലുകള് തട്ടിയിട്ടേ ഭയങ്കര പണിയാണ്. അപ്പൊ ദേ പാർക്കിൽ കയറി, ഞാനും കയറി. അപ്പൊ നമ്മള് ഓക്കെ പോവാട്ടാ, ഇനി പോയിട്ട് കാണാം. അങ്ങനെ നമ്മള് കാശ്മീരി ബിരിയാണി ഇവിടെ വന്നിട്ട് കഴിക്കണല്ലോ. അപ്പൊ നമ്മൾ അങ്ങനെ ഇന്ന് ഓർഡർ ചെയ്തത് കാശ്മീരി ബിരിയാണിയാണ്. തിരിച്ചു വന്നിട്ട് അതിന് ശേഷം നമ്മൾ അത് കഴിച്ച് നല്ല റിലാക്സ് ആയി, വയറൊക്കെ അത്യാവശ്യം നിറഞ്ഞു. ഒരു 5 മണിക്കായപ്പോഴേക്കും നമ്മൾ തിരിച്ചു വന്ന് നല്ലൊരു എൻജോയ്മെന്റ്, ഭയങ്കരമായിട്ട് റിലാക്സ് ആയിട്ട് അവിടെ കളിച്ചപ്പോ അങ്ങനെ നേരെ നമ്മുടെ കാറിൽ നമ്മൾ റൂമിലേക്ക് പോവാട്ടോ. അപ്പൊ ചേട്ടൻ എനിക്ക് വായിച്ചു തരുന്നുണ്ടോ. ഹലോ, അങ്ങനെ നമ്മള് റൂമിൽ വന്നു. ഇന്ന് നമ്മുടെ കുതിരപ്പുറത്തെ യാത്ര ഉണ്ടല്ലോ, അത് അമേസിംഗ് ആയിരുന്നു. ബിക്കോസ് തണ്ടൽ മുഴുവൻ ചപ്പളവിളിയായി. അല്ല പാർക്കുട്ടി, ഇനിയും പാർക്കുട്ടി ഉറങ്ങിയാലാണ് ഒന്ന് കിടക്കാൻ പറ്റും. അമ്മ അപ്പുറത്ത് നമ്മുടെ ഫ്രണ്ടിന്റെ ചേച്ചിയുടെ റൂമിലുണ്ട് കേട്ടോ. അപ്പോ ഇതെന്തിട്ട് പാർക്കുട്ടി കാണിക്കണ്ട തെർമൽ വെയർ പൊന്തിച്ചു നോക്കണം. അപ്പൊ തെർമൽ വെയർ ഇട്ടിട്ട് അതേ കണ്ടില്ലേ. അപ്പോൾ ഇനി ഉറങ്ങാൻ പോവാണ്. അപ്പോൾ കാശ്മീരിലത്തെ അടിപൊളി ദിവസമായിരുന്നു. ശരിക്കും ഒന്നും മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു കേട്ടോ. ഞാനൊരു എനിക്ക് പാരസെറ്റമോൾ അലർജിയാണ്. അപ്പോൾ ഞാൻ മെഫ്താള് കഴിച്ചു. എന്താ വെച്ചാൽ ഫുൾ ബോഡി പെയിൻ, തലവേദന. കാരണം ഞാൻ പറഞ്ഞില്ല, അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ണ് നമ്മളെപ്പോഴും കണ്ണട വയ്ക്കണമെന്ന്. പക്ഷെ അത് വെറുതെ അല്ല, നല്ലൊരു ഇത് വരും. അമ്മ കുറച്ചു നേരം കണ്ണട ഉപയോഗിച്ചിട്ട് മാറ്റി വെച്ചിരുന്നു. അവൾക്ക് മഞ്ഞിൽ കളിക്കുമ്പോൾ അത് തടസ്സമായിട്ട്. പക്ഷെ അത് അവൾക്ക് കണ്ണിന് പ്രശ്നം വന്നു. പിന്നെ എനിക്ക് തലവേദന കിട്ടും. നല്ലൊരു ലൈറ്റല്ല അവിടെ നിന്ന് വരുന്നത്. പിന്നെ മഞ്ഞിൻ്റെ ആ ഒരു തണുപ്പും ആ ഒരു ബ്രീത്തിങ്ങും നല്ലൊരു ഇതാണ്. പക്ഷെ രസമാട്ടാ, നമുക്കിതൊക്കെ ആ സമയത്ത് നമ്മൾ മറക്കും. റൂമിൽ വന്നു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് കിടക്കണം. പക്ഷെ എനിക്ക് കിടക്കാൻ പറ്റില്ലല്ലോ, ഇയാൾ ഉറങ്ങിയിട്ട് വേണ്ട ഇറങ്ങാൻ. ഇയാൾ ഇടയിലൊക്കെ ഉറങ്ങണം തന്നെ. ഇയാൾക്ക് അങ്ങനെ ഉറക്കം വരില്ല. ഭക്ഷണം കഴിച്ചിട്ടില്ല. ഭക്ഷണം നമ്മളിവിടെ അടുത്തൊരു ഇതുണ്ട്, ഒരു കടയുണ്ട്, ഹോട്ടൽ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മേടിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെയൊക്കെ നാനും കാര്യങ്ങളൊക്കെ കിട്ടുക. പിന്നെ ബിരിയാണി നമ്മൾ നേരത്തെ കഴിച്ചു. അങ്ങനെ എനിക്ക് വയറ്റിലങ്ങനെ വിശപ്പൊന്നുമില്ല. എന്നാലും പിന്നെ ചെറുതായിട്ട് സാധാരണ വൈകുന്നേരം കഴിക്കില്ല. പക്ഷേ ഇവിടെ വരുമ്പോൾ പാർക്കുട്ടി കാണിക്കണമെങ്കിൽ നമ്മളിവിടെ വരുമ്പോൾ എല്ലാവരും കഴിക്കുമ്പോൾ ഒപ്പം കഴിക്കും. അങ്ങനെ പിന്നെ നാളെ അടുത്തൊരു ഇതിലേക്ക് സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. ബായ് പറയൂ, ബായ് ഉമ്മ പറയൂ, ഉമ്മ. പിന്നെ കാണാം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം കേട്ടോ.